ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കാറിൻ്റെ സർവീസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അവർ കുറേ ദിവസം കൊണ്ട് കിടന്ന് വിളിക്കുകയാണ്, പക്ഷെ നമുക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പെൻഡിങ് വെച്ചേക്കായിരുന്നു. എന്താ ഇന്ന് എന്തായാലും പോകാൻ തീരുമാനിച്ച്. വെളുപ്പാൻ രാവിലേക്കല്ലേ അവർ വന്ന് കിടക്കുന്നത്, 4 മണിയൊക്കെ വന്ന് കിടക്കാൻ. ഇതുകൊണ്ട് രാവിലെയുള്ള പോക്കൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് അവർ പറഞ്ഞ സമയം നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് എന്തായാലും പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏട്ടൻ പോയപ്പോഴത്തേക്ക് ഞാനും ഏട്ടൻ്റെ കൂടെ ചാടിയാൻ കയറി. ചുമ്മാ ഏട്ടൻ ഒറ്റയ്ക്ക് പോവല്ലേ പാവമില്ലേ എന്ന് വെച്ച് ഞാനും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ വട്ടപ്പാറ എവിടെ ഏട്ടാ? വട്ടപ്പാറ മണ്ണന്തലേ വട്ടപ്പാറ കഴിഞ്ഞിട്ട് ആ ഇറക്കുറങ്ങി അവിടെ എന്നാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോണത്. വട്ടപ്പാറയാണ് സർവീസ് സെന്റർ. അപ്പോൾ നമ്മൾ വട്ടപ്പാറയിലോട്ട് പോവുകയാണ്. എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. നമ്മൾ ലൊക്കേഷൻ ഇട്ടില്ലേ? അപ്പോൾ നമ്മൾ പോകുന്ന വഴിയുള്ള വിശേഷങ്ങൾ കാണാം. വേറൊരു കാര്യം, നീ എന്തായിരുന്നു പറഞ്ഞത്? നീ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് നീ ചാടിക്കരുത്. അല്ല, നിനക്ക് നല്ല രീതിക്ക് തിന്നണോന്ന് വിചാരിച്ചാണ് നീ കയറിയത്. കേട്ടാ, മിണ്ടായി കേട്ടാ. പിന്നെ അങ്ങനെയൊന്നുമില്ല. ആര് പറഞ്ഞു? എനിക്കറിയാല്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ നീ ചാടി കയറിയിട്ട് ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും നല്ല വലിയ ഹോട്ടലിൽ കയറാം എന്നും പറഞ്ഞാണ് നീ വരുന്നത്. എനിക്കറിയാലോ. മിണ്ടായി. ഞാൻ ഈ സീറ്റ് ഒഴിഞ്ഞു കിടക്കണോണ്ട് ചുമ്മാ ചാടി. ഈ സീറ്റിൽ ഞാൻ വേറെ ആളെ ഇരുത്തിക്കോളാം. അത് എന്റെ കൂട്ടുകാരനാരെങ്കിലും എടുത്ത്. പിന്നെ കൂട്ടുകാരെ, ഈ സീറ്റ് റിസർവ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാം. പിന്നെ നിങ്ങളൊന്ന് കേൾക്കണം. ഭർത്താവൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലയോ ഭാര്യമാർക്ക് കൂടെ കയറി പോകാൻ പറ്റുള്ളൂ. അതൊരു തെറ്റാണോ ഗൈസ്? പറയൂ, നിങ്ങൾ പറയൂ, തെറ്റാണോ? ഈ ഭർത്താക്കന്മാർക്ക് കുറച്ച് സമയത്തിന് സമാധാനം കൊടുക്കണേ. പിന്നെ അതൊക്കെ കല്യാണത്തിന് മുന്നേ. അപ്പൊ സമാധാനം ജീവിതം തരൂലെന്നാണ് നിങ്ങളൊക്കെ വിചാരം. അതെ, ഞാൻ സത്യം തരൂല. ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് സമാധാനം തരൂല. യെസ്, നല്ലത്. ഞാൻ കുറച്ചു നേരമെങ്കിലും ശുദ്ധവായു ശ്വസിക്കട്ടെന്നും പറഞ്ഞാണ് ഞാൻ പോവാനായിട്ട് ഒരുങ്ങിയത്. അങ്ങനെ ഇപ്പൊ ശ്വസിക്കണ്ട, ഞാനും കൂടെ ഉള്ളപ്പോ ശ്വസിച്ചാ മതി. നീ ഉള്ളപ്പോ എനിക്ക് ശുദ്ധവായു കിട്ടുന്നില്ലല്ലോ. അല്ല, മുമ്പ് അനിയനും കൂടെയാണ് കാറ് സർവീസ് കഴിഞ്ഞ സർവീസിന് പോയത്. അപ്പൊ അവര് പിന്നെ അവിടെ നിന്ന് ബസ് കയറി ലുലു മാളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും സർവീസ് ആയില്ലായിരുന്നു. ഏട്ടാ, ഇനി എന്താണെന്ന് അറിയാൻ വയ്യ. നമുക്ക് നേരത്തെ വീട് എത്തേ വേണം, തട്ടോട് ഓർക്കാനൊക്കെ പോകണ്ടേ. അപ്പം അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. പോകുന്ന വഴിയുള്ള വിശേഷങ്ങൾ. ഈ മൊരടാക്കിനുടയിലേ പോണത്, മുതുകണ്ട മൊരടാക്കിനുട. മൊരടാക്കായ കൊള്ളാം. മൊരടനാണ് മൊരടൻ. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്നൊന്നും അല്ല. ദൈവമേ, ഏതാ ഇറങ്ങി വരാണ്. എന്റെ ദൈവമേ, ഇപ്പൊ സൈഡ് ഒരച്ചോണ്ട് പോയേനെ. ഈ KSRTC കാറുമ്പോ സത്യം പറഞ്ഞാൽ അവർക്ക് കണ്ണില്ലേ എന്തോ. അവർക്കുള്ള ആന വണ്ടിയാണോ? ശരി തന്നെ. ഈ താഴെ കൂടെ പോണ കൊച്ചു വണ്ടീനെയൊന്നും ഇവര് കാണാൻ വയ്യ എന്തോ. ചിന്തു എങ്ങനെയാണ് വളവിലേക്ക് അങ്ങ് ഇറങ്ങി വരയാണ്. ബ്രേക്ക് ചവിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ KSRTC കാരെ കൊണ്ട്. എല്ലാരും ഇല്ല, ചിലവര്. അതെ, ചിലര്. എല്ലാരും KSRTC കാര് മൊത്തം പറയേണ്ട ആവശ്യമില്ല. ചിലര് മുമ്പ് പോയ വണ്ടി എന്തിരിച്ചു എന്റെ പുല്ല്, ഞാൻ പേടിച്ചു പോയി. അതാ ഇപ്പഴത്തെ ഓടാ. ഇതൊക്കെ ഒരഞ്ഞ് പോയി കഴിഞ്ഞാൽ ചില്ലറ രൂപയിൽ നിൽക്കുവോ ഈ വണ്ടിയൊക്കെ? ഇടിച്ചെടുത്ത് നമ്മള് പണം ഇട്ടിരുന്നത്. അതാ അപ്പൊ 2 വണ്ടി പോയ നല്ല മാന്യമായിട്ട് പോയേട്ടാ. ചിലരൊക്കെ ഭയങ്കര മാന്യമായിട്ട്, നമ്മള് ലേഡീസൊക്കെയാണ് പറയണണ്ട ഒഴിച്ചു തരും കേട്ടോ. ചിലരൊക്കെ ആണെങ്കിൽ നമ്മളായിട്ട് ബേക്കിലിട്ട് പേടിപ്പെടുത്തും. അടുത്തുകൊണ്ടൊന്ന് ഹോണടിയും ബഹളവും, സൈഡും തരൂല. ചിലരേ ഉള്ളു അങ്ങനെ. ഏട്ടാ, നീ റംബൂട്ടാന മാംഗോസ്റ്റി അങ്ങനെ വാങ്ങിച്ചു തരുമോ? തുടങ്ങി. ഹലോ ഗൈസ്, ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളു, എനിക്ക് സ്വസ്ഥത സമാധാനം തരൂലെന്ന്. നമ്മൾ ഈ ഭർത്താവിൻ്റെ ഒക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെ ചോദിച്ചു മേടിക്കാനൊക്കെ പറ്റുള്ളൂ. നല്ലത്. ഞാൻ ഒറ്റയ്ക്ക് പോയെങ്കിൽ ഒരു വെള്ളം മേടിച്ച് വണ്ടിയിട്ട് കുടിച്ച് ഒറ്റ പോക്കാണ്. ഇപ്പൊ റംബൂട്ടാന്റെ മാംഗോസ്റ്റിയുടെ സീസൺ ആയ നമ്മളെ വീട്ടിൽ ഉണ്ടല്ലോ റംബൂട്ടാൻ. പിന്നെ നമ്മളെ വീട്ടിലുള്ളത് കൂഴ മനുഷ്യ. ആ കൂഴയാണ് നല്ലത്, നല്ല ടേസ്റ്റ് ആണ്. നമ്മളെ അടുത്ത കൂഴയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അത് അവിടെ നല്ല റംബൂട്ടാൻ റോഡരി ഇരുന്ന് കഴിച്ചു. അത് കൂഴ തന്നെ. ശരി, കൂഴയാണോ വരിക്കയാണോന്നൊക്കെ ആറിയിരിക്കണായിട്ട് എനിക്കറിയാം. ഞാൻ ഇത് ബിസിനസ് ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ട് എനിക്കറിയാം.
ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ ഈ വഴുതിയിലെ കൊണ്ടുവച്ച് വെക്കണമെന്നും കൊള്ളത്തില്ല. ചെറിയ ഷെയ്ഡ് കൊള്ളാമോ ഗൈസ്? ഇത് മാമാ എർത്തിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. മാമാ എർത്തിന്റെ ഒരു മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്, അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മളതാ കിയയുടെ സർവീസ് സെന്ററിൽ എത്തിയേട്ടാ. നല്ല മഴ. നമ്മളതാ അപ്പോൾ ഇവിടെ എത്തി. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് താഴേക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. താഴേക്ക് പോവാം. വെയിറ്റിംഗ്. എന്ത് മുരടാ? മുരട. കിയ. നമുക്കിപ്പോൾ വണ്ടി 5 മണിക്ക് ശേഷമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സർവീസിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ബസ് കയറി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ച് പോവേണം കേട്ടോ. 5 മണി വരെ പോണ് പ്രിയദർശിനി, നമ്മുടെ പുതിയ പ്രിയദർശിനി. ഞാൻ പ്രിയദർശിനി വരാം. ഏട്ടനാ പ്രിയദർശനിയിൽ ഏട്ടന് ടിക്കറ്റ് ഇല്ല, എനിക്ക് മാത്രമേ ടിക്കറ്റ് ഫ്രീ ഉള്ളൂ. ഞാൻ അതിൽ വരാം. ഏട്ടൻ വേറെ ബസ്സിൽ കയറി വാ. നമ്മൾ രണ്ടുപേരുടെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം കേട്ടോ. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ലുലുല നാത്തൂൻ്റെ വീട്ടിലെങ്ങാനും പോകണം, എന്തെങ്കിലും ചെയ്യണം. 5 മണി വരെ നിന്ന് എന്തെങ്കിലും സമയം പോകണം. വൈകിട്ട് തട്ടയുടെ ഉറക്കാനുള്ളതാണ്. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ. അവർ മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രിയദർശിനി കിട്ടിയില്ല. 2 പേർക്ക് ടിക്കറ്റ് നിന്നാ കിട്ടിയെന്നെ. പക്ഷെ അപ്പോഴത്തേക്ക് ഈ ബസ് വന്നേട്ടാ. ഈ തടിമാടാൻ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്കാണ് ഭയങ്കര വിജിലിമ്പിച്ചിരിക്കുകയാണ് കേട്ടോ. വിജിലിമ്പിച്ച് കാറ് സർവീസ് ചെയ്ത നമുക്ക് ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ രാവിലെ 10:30 മണിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോഴാണ് കഴിഞ്ഞിറങ്ങിയത്. തട്ടുകടയിൽ പോകാനൊക്കെ ഒരുപാട് ലേറ്റായി. നമ്മൾ ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം തട്ടുകടയിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് സർവീസ് സെൻ്ററിൽ നിന്ന് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കാറിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഇറങ്ങുന്ന വീഡിയോ. നമ്മൾ സർവീസ് സെൻ്ററിൽ വണ്ടിയും കൊടുത്തിട്ട് നേരെ നമ്മൾ നാത്തൂനെ കാണാനായിട്ട് പോയി കേട്ടോ. അവിടെ വെൺപാലം ഇട്ടത്ത് അവിടെ ചെന്ന് പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വിശന്ന് കറങ്ങിയാണ് പോയത്. ബസ്സിലൊക്കെ കയറി ഇറങ്ങിയൊക്കെയാണ് പോയത്. അവിടെ നിന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ അങ്ങെത്തി. പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ അനിയൻ നമ്മളെ പട്ടത്തുണ്ടിറക്കി. പട്ടത്ത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ അവിടെ നിന്നൊരു ബസ്സിൽ കയറി പിന്നെ സർവീസ് സെൻ്റർ വരെയാണ് ഇത്. അവിടെ വന്നപ്പോഴത്തേക്ക് വണ്ടിയൊന്നും റെഡി ആയില്ല. നാളെ വരണന്റെ കാര്യം കൂടെ പറഞ്ഞോളൂ. ആൾക്കാർ 2 സർവീസാണ്. അങ്ങനെയല്ല, നമ്മള് വീല് വണ്ടിയിലെ അലോയ്സ് മാറിയായിരുന്നു. അപ്പൊ അതിന്റെ സ്പാനർ ഇപ്പൊ നെട്ടും കൂടെ മാറിയായിരുന്നു. അപ്പൊ അതിന്റെ സ്പാനർ ഷോപ്പിൽ ഇരിക്കുന്ന ആ ഷോപ്പിലെ സ്റ്റാഫുകൾ ഇതിൽ വണ്ടിയിൽ എടുത്ത് വെച്ചില്ല. അപ്പം ആ സ്പാനർ ഉണ്ടെങ്കിൽ അത് ഇത് ഇളക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാ പണികളും അവര് ചെയ്ത് അത് നമ്മളെ കയ്യിൽ മിസ്റ്റേക്കാണ്. സ്പാനർ എടുത്ത് വെക്കാത്തത് കൊണ്ടാണ് ഇപ്പം നമുക്കിത് ശരിയാക്കാത്തത്. ഇല്ലെങ്കിൽ ഇപ്പം എല്ലാം റെഡിയാക്കി പോവായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നാളെ രാവിലെ സ്പാനർ എടുത്ത് വണ്ടിയും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു 2 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞിട്ട് നാളെ വണ്ടി ഫുള്ള് സെറ്റാവും. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലടിക്കുക ആരും മറക്കല്ലേ. എന്നാലും നമ്മൾ ഇതേപോലത്തെ കോണസ്റ്റ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ സി. ഓ പാവങ്ങളാണെന്നൊരു കാര്യം നെറ്റിയിൽ എഴുതി അങ്ങ് ഒട്ടിയിരി. പാവങ്ങളാണ്, നമുക്ക് വീഡിയോ ഒന്നും എടുക്കാറിഞ്ഞൂടാ. നമ്മള് വീഡിയോ എടുക്കുന്നത് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. പിച്ച വെച്ച് നടക്കുന്നവൻ പിച്ച വെച്ച വേണ്ട. ഓക്കെ ശരി, ബൈ ബൈ, ടാറ്റ, സീ യു.